ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പഞ്ചാബ് കിങ്സിന്റെ റിട്ടൻഷൻ ആണ്. ആരെയൊക്കെയാണ് അവർ റിലീസ് ചെയ്തത്, ആരെയൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, അവരൊരു പ്രോബബിൾ പ്ലേയിങ് 11 ഇപ്പോഴത്തെ ഈ ഒരു സ്കോഡ് വെച്ച് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് പരിശോധിക്കാൻ പോകും. സോ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. പഞ്ചാബ് കിങ്സിന്റെ പേഴ്സിലുള്ള ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 11.5 CR ആണ് അവരുടെ പേഴ്സിലുള്ളത്. അതായത് ആഞ്ഞ് 2 വിളി വിളിച്ചാൽ തീരാവുന്ന പൈസയെ അവരുടെ കയ്യിലുള്ളൂ. നോക്കുവാണെങ്കിൽ വലിയ റിക്വയർമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ റിക്വയർമെന്റ്സും ഇല്ല. ആൾമോസ്റ്റ് ടീം സെറ്റ് തന്നെയാണ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 ഫോറിൻ പ്ലേയേഴ്സിനെയാണ് അവർക്ക് ആവശ്യമുള്ളത്. ഈ 11 CR വളരെ സൂക്ഷ്മതയോടെ വിളിച്ചെടുക്കണം ആൾക്കാരെ. KKR നോക്കുവാണെങ്കിൽ 60 കോടിയായിട്ട് നിൽക്കുന്നു, CSK നോക്കുവാണെങ്കിൽ 40 കോടിയായിട്ട് നിൽക്കുന്നു, SRH നോക്കുവാണെങ്കിൽ 22 കോടിയായിട്ട് നിൽക്കുന്നു. ഇവരുടെ ഇടയിൽ ഇവരുടെ വേണ്ട പ്ലേയേഴ്സിനെ വളരെ ട്രിക്കി ആയിട്ട് വിളിച്ചെടുക്കണം. അതാണ് ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക്. സോ ഇനി നമുക്ക് ഇവർ റിലീസ് ചെയ്ത പ്ലേയേഴ്സിനെ ഒന്ന് പരിശോധിക്കാം. ഇവർ 5 പ്ലേയേഴ്സിനെയാണ് റിലീസ് ചെയ്തത്. വലിയ സർപ്രൈസ് ഉണ്ടോ റിലീസ് ലിസ്റ്റിൽ എന്ന് ചോദിച്ചാൽ വലിയ സർപ്രൈസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഏകദേശം പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു ഇവരുടെ റിലീസ് ലിസ്റ്റ്. സോ ആദ്യം തന്നെ പരിശോധിക്കാം. ആദ്യം ഇവർ റിലീസ് ചെയ്തത് മാക്സ്വെല്ലിനെയാണ്. ഏകദേശം എക്സ്പെക്ട് ചെയ്ത പ്ലെയർ തന്നെയാണ് മാക്സ്വെല്ലിനെ റിലീസ് ചെയ്തത്. അതുപോലെ റിലീസ് ചെയ്ത മറ്റൊരു പ്ലെയറാണ് ജോഷ് ഇംഗ്ലീസ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. റിക്കി പോണ്ടിങ് പറഞ്ഞു 2026 നോക്കുവാണെങ്കിൽ എല്ലാ മത്സരവും അവൈലബിൾ ആയിരിക്കത്തില്ല. ആ കാരണം കൊണ്ടാണ് ജോഷ് ഇംഗ്ലീസിനെ റിലീസ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് റിലീസ് ചെയ്തു. പക്ഷേ നമ്പർ 3ക്ക് പറ്റിയ ഒരു പ്ലെയർ തന്നെയായിരുന്നു കേട്ടോ. പേസ് ബോളർമാർക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇവരുടെ ടീമിന്റെ ബാലൻസ് നോക്കുവാണെങ്കിൽ നമ്പർ 3ൽ വന്നിട്ട് ജോഷ് ഇംഗ്ലീസ് പേസ് ബോളർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കും. നമ്പർ 4 വന്നിട്ട് ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ അറ്റാക്ക് ചെയ്ത് കളിക്കും. സോ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു സ്കോഡ് തന്നെയായിരുന്നു. ജോഷ് ഇംഗ്ലീസ് അവിടെ പോകുമ്പോഴത്തേനും അവർക്ക് അവിടെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ വേണം. സോ അതാണ് അവരുടെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്പർ 3. സെറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു, നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം പെർഫോമൻസും ചെയ്തതാണ് ക്വാളിഫയറിനകത്തൊക്കെ. ആ ഒരു പ്ലെയർ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസം തന്നെ ആയിരിക്കും ആ ഒരു കോട്ട ഫില്ല് ചെയ്യാൻ വേണ്ടി. മറ്റൊരു പ്ലെയർ ആണ് ആരോൺ ഹാർദി. ആസ്ട്രേലിയ ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു ബെഞ്ചിലിരുത്തി ഏകദേശം 2 കോടിയോളം കൊടുത്തു. സോ ആരോൺ ഹാർദിയും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ കുൽദീപ് സെന്നിനെ റിലീസ് ചെയ്തു. എന്തിനാണ് റിലീസ് ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ പേസ് ബോളർമാർ കുറവാണ്, ഇന്ത്യൻ പേസ് ബോളർമാർ. സോ കുൽദീപ് സെന്നിനെ അവർ റിലീസ് ചെയ്തു. എന്താ കാരണമെന്ന് അറിയാൻ വയ്യ. മറ്റൊരു പ്ലെയർ ആണ് പ്രവീൺ ഡുവെ. ഇത്രയും പ്ലേയേഴ്സിനാണ് അവർ റിലീസ് ചെയ്തത്. സോ ഇനി നമുക്ക് പരിശോധിക്കാനുള്ള ഇവർ ഒരു പ്ലേയിങ് 11 നമുക്ക് പരിശോധിക്കാം. 2026 ഇപ്പോഴത്തെ ഒരു സ്കോഡ് വെച്ചിട്ടുള്ള ഇവർ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയാൻഷ് ആര്യയും പ്രഭാബ് സിംബലും കൂടെ ചേർന്ന് ഓപ്പൺ ചെയ്യും. നമ്പർ 3ലാണ് ഇവർക്ക് ഒരു സ്ലോട്ട് ഉള്ളത് ജോഷ് ഇംഗ്ലീസിന്റെ. തൽക്കാലത്തേക്ക് മിച്ചിൽ ഓവനെ അവിടെ പരിഗണിക്കാം. ഒരു ഓൾറൗണ്ടർ ആണ്, 180 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. T20 ഇന്ത്യക്കെതിരെ കളിച്ച് വലിയൊരു പെർഫോമൻസ് ഇല്ലായിരുന്നു, പക്ഷെ ODIക്കകത്ത് ഒരു മാച്ച് വിന്നിംഗ് നോക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു നമ്പർ 3ൽ പരീക്ഷിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് മിച്ചിൽ ഓവൻ. നമ്പർ 4 നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യർ, നമ്പർ 5 നെഹാൽ വധേര, നമ്പർ 6 ശശാങ്ക് സിംഗ്, നമ്പർ 7 സ്റ്റോയിനിസ്, നമ്പർ 8 മാർക്കോ യാൻസൺ, നമ്പർ 9 അർഷ്ദീപ് സിംഗ്, നമ്പർ 10 ലോക്കി ഫെർഗുസൺ, നമ്പർ 11 ഹർപ്രീത് ബാർ, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ചഹാല്. സോ ഇതാണ് ഇവർ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11. ടീം നോക്കുവാണെങ്കിൽ ഏകദേശം സെറ്റാണ്. ഇനി ഇവർക്ക് വേണ്ട പ്ലേയേഴ്സ്, ഇവർ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഇവർക്ക് എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നോക്കുവാണെങ്കിൽ ഇവർക്ക് ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറെ വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. പ്രഭാബ് സിംബരൻ ഉണ്ട് അവിടെ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടി. വിഷ്ണു വിനോദ് ഉണ്ട്. സോ ഒരു ഫോറിൻ പ്ലേയേഴ്സിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഫോറിൻ പ്ലേയേഴ്സ് വരുവാണെങ്കിൽ ഈ ഒരു ടീമിന്റെ ബാലൻസിനെ ബാധിക്കും. ഇപ്പൊ ഇൻ കേസ് ജോണി ബേസ്റ്റ് വരുവാണെങ്കിൽ ഓപ്പണിംഗ് കളിക്കേണ്ടതായിട്ട്. സോ ഇവർ ആർക്കെങ്കിലും പുറത്തിരിക്കേണ്ടതായിട്ട് വരും. പ്രഭാബ് സിംബരനോ പ്രിയാൻഷ് ആയിരിക്കോ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ടിം സൈഫേർട്ട് ഉണ്ട്. അറിയില്ല ഈ റേറ്റിനൊക്കെ ഇവർക്ക് വിളിച്ചെടുക്കാൻ പറ്റുമോ. അതുപോലെ തന്നെ ജേമി സ്മിത്ത് ഉണ്ട്. സോ ഇവരൊക്കെയാണ് ഇവരുടെ ഒരു ഓപ്ഷൻ. ഇവരാരെങ്കിലും വരുവാണെങ്കിൽ പ്രഭാബ് സിംബരന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. സോ എന്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം പ്രഭാബ് സിംബരൻ ഉണ്ട്, വിഷ്ണു വിനോദ് ഉണ്ട് ഒരു ബാക്കപ്പ് ആയിട്ട്. അത് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാവശ്യം വേറെ ഒരു വിക്കറ്റ് കീപ്പറെ കൊണ്ടുവരണ്ട, ഇവരെ തന്നെ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അഥവാ വേണ്ടി വന്നു കഴിഞ്ഞാൽ മേ ബി ജോണി ബേസ്റ്റോയെ കൊണ്ടുവരാൻ കഴിയും. ജോണി ബേസ്റ്റോ വരുവാണെങ്കിൽ മിഡിൽ ഓർഡറിനകത്ത് പ്രശ്നമുണ്ട്. ഇവർക്കൊരു മാക്സ്വെല്ലിന്റെ റിപ്ലേസ്മെന്റ് വേണം. സോ 2 സ്ലോട്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അറിയില്ല ഇവര് വിക്കറ്റ് കീപ്പറിന് വേണ്ടി പോവോ അതോ മിഡിൽ ഓർഡറിനകത്ത് ഒരു ഓൾറൗണ്ടറിന് വേണ്ടി പോവോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു എമൗണ്ടിന് വിളിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലെയർ എനിക്ക് തോന്നുന്നു ബ്രേസ്വെൽ ഒരു ഓപ്ഷനാണ്. ന്യൂസിലാൻഡിന്റെ ഒരു ഓൾറൗണ്ടർ ആണ്, ലെഫ്റ്റ് ഹാൻഡർ ആണ്. സോ ഒരു ഓപ്ഷൻ ആയിരിക്കാം. വലിയൊരു എമൗണ്ടിലേക്ക് പോകത്തില്ലെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്ലെയർ ആണ് മാറ്റ് ഷോട്ട്. ഒരു ആസ്ട്രേലിയയുടെ പ്ലെയർ ആണ്, നമുക്കറിയാലോ. റിക്കി പോണ്ടിങ് നോക്കുവാണെങ്കിൽ ആസ്ട്രേലിയയിലോട്ട് ഡോളറിനെ കൊണ്ടുപോകാനാണ് താല്പര്യം. മേ ബി മാറ്റ് ഷോട്ടിനും മേ ബി ടീമിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വലിയൊരു എമൗണ്ട് എനിക്ക് തോന്നുന്നില്ല മാറ്റ് ഷോട്ടിന് പോകുമെന്ന്. സോ മാറ്റ് ഷോട്ട് പരിഗണനയിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ ആണ് മൊയിൻ അലി. ആൾമോസ്റ്റ് കരിയർ അവസാനിച്ചു, എന്നാലും ഒരു ഓൾറൗണ്ടർ ആണ്, ഒരു ഓപ്ഷൻ ആണ്. മൊയിൻ അലി ഒരു ഓപ്ഷൻ ഉണ്ട് ഇവരുടെ കയ്യിൽ. അതുപോലെ തന്നെ ലിയാൻ ലിവിൻസ്റ്റൺ ഒരു ഓപ്ഷൻ ആണ്. പഞ്ചാബിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ ബോൾ ചെയ്യാൻ കഴിയും, ഒരു ഓൾറൗണ്ടർ ആണ്. നമ്പർ 5 നമ്പർ 6 കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സോ അതും ഒരു ഓപ്ഷൻ ആണ്. ഒന്നിൽ ഇവർ ഒരു വിക്കറ്റ് കീപ്പറിനെ വേണ്ടാന്ന് വെക്കണം, ഒരു ഫോറിൻ പ്ലെയറിനെ. മിഡിൽ ഓർഡറിനകത്ത് ചഹാലിന് സപ്പോർട്ടീവായിട്ട് ഒരു ഓൾറൗണ്ടർ, ഒരു സ്പിന്നർ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇവരുടെ ടീമിൽ.
പിന്നെ ഇവർക്ക് വേണ്ടത് അർഷ്ദീപ് സിംഗിന് ഒരു ബാക്കപ്പ് വേണം. ഒരു ഫോറിൻ പ്ലെയറിനെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ജേക്കബ് ഡുഫി നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ന്യൂസിലാൻഡിന്റെ. അതുപോലെ തന്നെ മാറ്റ് ഹെൻറി നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ന്യൂസിലാൻഡിന്റെ. സോ മിഡിൽ ഓർഡറിനകത്ത് ഒരു ഓൾറൗണ്ടറെ കൊണ്ടുവന്നിട്ട് അർഷ്ദീപ് സിംഗിന് ഒരു ബാക്കപ്പ് ആയിട്ട് ജേക്കബ് ഡുബിയോ മാറ്റ് ഹെൻറി ഒക്കെ കൊണ്ടുവരാൻ കഴിയുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ വേണ്ടത് ഒരു സ്പിൻ ഓപ്ഷനാണ് ഇവർക്ക് വേണ്ടത്. ചഹാലിന് സപ്പോർട്ടീവ് ആയിട്ട് ഒരു സ്പിന്നറെ ഇവർക്ക് ആവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഹർപ്രീത് ബാറിനെ ഒന്നും അത്രമാത്രം വിശ്വാസം ഇല്ലായിരുന്നു ഈ ടീം. എന്തായിരുന്നു ടീമിന് വേണ്ടത്? അത്രയ്ക്ക് ഹർപ്രീത് ബാറിന് അങ്ങോട്ട് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. സോ ഇവർക്കൊരു സ്പിന്നറെ വേണം. രാഹുൽ ചഹാറിനെയോ ബിഷ്ണോയിയോ ആദം സാംബയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എമൗണ്ടിന് ഇവർക്ക് വിളിച്ചെടുക്കാൻ കഴിയുമെന്ന്. കുമാർ കാർത്തിക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റിലീസ് ചെയ്ത ഒരു പ്ലെയർ ആണ്. മേ ബി കുമാർ കാർത്തികയും ഇവർക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ്. സോ ഒരു ഓപ്ഷൻ ആണ്. സോ ഇതൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്ലേയേഴ്സ്. ഏകദേശം നോക്കുവാണെങ്കിൽ ടീം സെറ്റ് ആണ്. ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ വേണം, ഒരു ഫോറിൻ പ്ലെയർ. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗിന് സപ്പോർട്ടീവായിട്ട്, അല്ലെങ്കിൽ ലോക്കി ഫെർഗസന്റെ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ്, അവർക്കൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു ജേക്കബ് ഡുഫിയോ മാറ്റ് ഹെൻറിയോ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. വിക്കറ്റ് കീപ്പറെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് പ്ലെയറിനെ വിളിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സ്പിന്നറെ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് പ്ലെയറിനെ വിളിച്ചെടുക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. സോ എന്തായാലും 2024 ഒരു ടീം നോക്കുവാണെങ്കിൽ ബാലൻസിംഗ് ആയിട്ടുള്ള സൈഡാണ്. കഴിഞ്ഞ വർഷം കപ്പടിക്കാൻ കഴിഞ്ഞില്ല, ഈ പ്രാവശ്യം കപ്പടിക്കുമെന്നാണ് ഓണ്ടിക്കും ശ്രേയസ് സൈഡും പറയുന്നത്. സോ കാത്തിരുന്ന് കാണാൻ എന്താ സംഭവം.